Okay, third module, PN junction, contact potential. Okay, so contact potential അല്ലെങ്കിൽ PN junction എന്താണ്, ജംഗ്ഷൻ ബിഹേവിയർ എന്താണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ PN ജംഗ്ഷൻ എന്നാണ്, ജംഗ്ഷൻ. ഓക്കെ, സോ ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഫാർ വി ഡിസ്കസ്ഡ് ഇൻ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 അബൌട്ട് ദ എക്സ്ട്രിൻസിക് മെറ്റീരിയൽ, പി മെറ്റീരിയൽ ആൻഡ് എൻ മെറ്റീരിയൽ. ഓക്കെ, സോ എന്താണ് പി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡോപ്ഡ് മെറ്റീരിയലാണ്. എന്തുകൊണ്ടാണ് പി മെറ്റീരിയൽ ഡോപ്പ് ചെയ്തിരിക്കുന്നത്? പി മെറ്റീരിയൽ ഈസ് ഡോപ്ഡ് വിത്ത് acceptor impurities. acceptor impurity Na എന്ന് പറയുന്ന acceptor impurity കൊണ്ടാണ് നമ്മൾ പി മെറ്റീരിയൽ ഡോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസും തെർമലി ജനറേറ്റഡ് ഹോൾസും ആയിരിക്കും. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അത് രണ്ടും ഈക്വൽ ആണ്. സോ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം, N0 × P0 ഈസ് ഈക്വൽ ടു Ni². വളരെ ബേസിക് ആയിട്ടൊരു ഇക്വേഷനാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഹോൾസ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ആയിരിക്കും. N0 P0 ഈസ് ഈക്വൽ ടു Ni² എന്ന് പറയുന്നത്. ഓക്കെ, നോ പി മെറ്റീരിയലിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എത്ര എണ്ണം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും നമ്പർ ഓഫ് ഹോൾസ് നമ്മളുടെ പി മെറ്റീരിയലിൽ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ പി ഹോൾ നമ്പർ ഓഫ് ഹോൾസ് H ബിക്കം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വാട്ട്? Na. 10,000 അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അതർ ദാൻ ദാറ്റ് P0 അതിനേക്കാൾ H+ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോൾ H+ അല്ല, ഹോൾ എന്ന് പറയുന്നത് Na പ്ലസ് ഈ P0, അതായത് ഹോളിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ എൻ്റെ കൺസെപ്റ്റ്, മെജോറിറ്റി ക്യാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ് പി മെറ്റീരിയലിൽ. ഓക്കെ, സോ പി മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്ന ഹോൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി. സോ നമ്പർ ഓഫ് ഹോൾസ് പി ഇൻ പി മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു നമ്മൾക്കറിയാം Na. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ മാത്രമേ പി മെറ്റീരിയലുള്ളൂ. ഓൺലി ഹോൾ കോൺസെൻട്രേഷൻ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോൺ എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയറാണ് എന്തിൽ? പി മെറ്റീരിയലിൽ. സോ മൈനോറിറ്റി കാരിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ നോർമലി അത് N0 തന്നെയായിരിക്കും. സോ നമ്മളതിനെ ജംഗ്ഷൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി മെറ്റീരിയൽ NP എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി മെറ്റീരിയൽ എന്നാ പറയാം. ഓക്കെ, സോ NP എന്ന് പറയുന്നത് ആക്ച്വലി ഇലക്ട്രോൺസ് ഇൻ പി മെറ്റീരിയൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി മെറ്റീരിയൽ. സോ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഓൾവേസ് Ni². സോ പി മെറ്റീരിയൽ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത് Na ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് N0 ആയിരിക്കും. നമ്മളതിനെ NP എന്നാണ് വിളിക്കുക. ഓക്കെ, സോ നമ്പർ ഓഫ് ഹോൾസിന് നമ്മൾ N മെറ്റീരിയലിലെ ഹോൾ ആയതുകൊണ്ട്, പി മെറ്റീരിയലിലെ ഹോൾ ആയതുകൊണ്ട് തന്നെ P എന്ന് എഴുതും. സോ P എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹോൾസ് ഇൻ പി മെറ്റീരിയൽ. അതുപോലെ NP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി മെറ്റീരിയൽ. ഓക്കെ, ഇതേ ആർഗ്യുമെൻറ്റ്സ് തന്നെ നമുക്ക് എൻ മെറ്റീരിയലിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് മെറ്റീരിയലാണ്. എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേര് ഡോണർ ഇമ്പ്യൂരിറ്റി എന്നാണ്, അല്ലേ? ഡോണർ ഇമ്പ്യൂരിറ്റിയാണ് നമ്മളുടെ എൻ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഡോണർ ഇമ്പ്യൂരിറ്റിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ND ആണ്. സോ ആസ് യൂഷ്വൽ ഇൻട്രിൻസിക് മെറ്റീരിയലിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N0 ആൻഡ് P0 ആയിരിക്കും. അത് തമ്മിൽ കണക്ട് ചെയ്ത ഇക്വേഷൻ N0 P0 = Ni² എന്ന് പറയുന്നത് ഇവിടെയും വാലിഡാണ്. അതുപോലെ നമ്മൾ എൻ മെറ്റീരിയലിലേക്ക് അല്ലെങ്കിൽ എൻ ടൈപ്പ് മെറ്റീരിയലിലേക്ക് ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇലക്ട്രോൺസ് ആയിരിക്കും അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഹൗ മെനി ഡോണേഴ്സ് ബി ആഡഡ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ND. അതുപോലെ നമ്പർ ഓഫ് ഹോൾസ് ഇൻ എൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മൈനോറിറ്റി കാരിയർ ആയിരിക്കും, അല്ലേ? നമുക്കറിയാവുന്ന കോൺസെപ്റ്റാണ്. നമ്പർ ഓഫ് ഹോൾസ് ഇൻ മൈനോറിറ്റി കാരിയർ ആയിരിക്കും ഇവിടെ, ഹോളായിരിക്കും ഇവിടെ മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് P0 ആണ്. സോ P0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം സിമ്പിളാണ്. ഈ സിമ്പിൾ ഇവിടെ യൂസ് ചെയ്യില്ല. നമ്മൾ ഇനി ഓൺവേർഡ്സ് ഈ മൊഡ്യൂളിലെ നമ്പർ ഓഫ് ഹോൾസ് ഇൻ എൻ മെറ്റീരിയൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്
പി എൻ എന്നായിരിക്കും, നമ്പർ ഓഫ് ഹോൾസ് ഇൻ എൻ മെറ്റീരിയൽ. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ഇൻ എൻ മെറ്റീരിയൽ നമ്മൾ എൻ പി എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ പറഞ്ഞ് തിരിഞ്ഞു പോയോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റീരിയൽ നമ്മൾ എന്താ സിമ്പിൾ എടുത്ത എൻ പി. ഓക്കെ, എൻ പി. ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ മെറ്റീരിയൽ ആയതുകൊണ്ട് എൻ എൻ ഇതാ മാറിപ്പോയത്, എൻ എൻ പി എൻ പി പി എൻ പി. ഇത്രയും സിമ്പിൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മൾ പി മെറ്റീരിയൽ ആൻഡ് എൻ മെറ്റീരിയൽ. സോ ഈ പി മെറ്റീരിയൽ എൻ മെറ്റീരിയൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് N0 P0 = Ni². ദെൻ പിന്നെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേം ആണ്. ഏതാണ് പഠിച്ചത്? ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും. രണ്ട് കറണ്ട് നമ്മൾ പഠിച്ചു, ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും. ഡ്രിഫ്റ്റ് കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്ലൈഡ് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ ഫോമുലയും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. Q × mu P × P of x × E of x ആണ് ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഹോളിൻ്റെ ഇക്വേഷൻ. അതുപോലെ ഡിഫ്യൂഷൻ കറണ്ടും നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അതിൻ്റെ ഡ്യൂ ടു ഹോൾസ് ആണെങ്കിൽ ഹോൾസിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് -Q × dP × d/dx ഓഫ് P of x ആണ് നമ്മളുടെ ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ JP ഡിഫ്യൂഷൻ, ദിസ് ഈസ് JP ഡ്രിഫ്റ്റ്. ഈ രണ്ട് ഫോർമുല നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പല ഡെറിവേഷൻസിലും ഈ ഫോർമുലകൾ വരും. ഇത് ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ ഫോർമുല, ഇത് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫോർമുല. ഓക്കെ, നൗ ഇത് ഇത്രയും നമ്മൾ പഠിച്ച ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലുമായിട്ട് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ തേർഡ് മൊഡ്യൂൾ, PN ജംഗ്ഷൻ. സോ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് പോലെയാണ്. സോ രണ്ട് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു പി മെറ്റീരിയൽ, ഒരു സൈഡിൽ ഒരു പി മെറ്റീരിയൽ ഉണ്ട്, ഇവിടെ നമുക്കൊരു എൻ മെറ്റീരിയൽ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ ഇവിടെ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി, ഇവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി എന്ന് പറയുന്നത്. സോ തോട്ട് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെറ്റീരിയലും കൂടി ജോയിൻ ചെയ്ത് വയ്ക്കുന്നു എന്ന് വിചാരിക്കുക. സോ വി ജോയിൻഡ് സൈഡ് ബൈ സൈഡ്, രണ്ട് മെറ്റീരിയലും സൈഡ് ബൈ സൈഡ് ജോയിൻ ചെയ്ത് വച്ചു. സോ ഇവിടെ പി സൈഡ്, ഇവിടെ എൻ സൈഡ്, ഇവിടെ ആണ് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ബൗണ്ടറി. ഓക്കെ, സോ ബൗണ്ടറി ഫോം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പ്ലസ് ടുവിലും ഒക്കെ പഠിച്ച ഫിസിക്സിൽ പഠിച്ച കോൺസെപ്റ്റാണ് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും മൂവ്മെൻറ്റും ജംഗ്ഷൻ ഫോർമേഷനും. ഓക്കെ, ഓൾറെഡി നിങ്ങൾ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഇവിടുത്തെ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈഡ് നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും പി മെറ്റീരിയലിലുള്ളത്. ഓക്കെ, സോ മോർ നമ്പർ ഓഫ് ഹോൾസ് ആണ്. ബട്ട് ഇലക്ട്രോൺ ഇവിടെ മെജോറിറ്റിയാണ്, ബട്ട് ഹോൾസ് എന്ന് പറയുന്നത് മൈനോറിറ്റി. സോ ഇവിടെയുള്ള എൻ സൈഡിലുള്ള ഹോള്, ദെൻ പി സൈഡിലുള്ള ഹോള്, ഏതായിരിക്കും കൂടുതൽ? പി സൈഡിലെ ഹോൾസിൻ്റെ എണ്ണമായിരിക്കും എൻ സൈഡിലെ ഹോൾസിനേക്കാൾ കൂടുതൽ. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഹിയർ ഈസ് നമ്പർ ഓഫ് ഹോൾസ് ഇൻ പി മെറ്റീരിയൽ ഈസ് വെരി മച്ച് മോർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് ഇൻ എൻ മെറ്റീരിയൽ. അതുപോലെ എൻ മെറ്റീരിയലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, എൻ മെറ്റീരിയലിലെ പി മെറ്റീരിയൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇവർക്ക് നമുക്കറിയാം. എൻ മെറ്റീരിയലിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മെജോറിറ്റിയാണ്, പി മെറ്റീരിയലിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് റിലേഷൻ ഈസ് ലൈക്ക് ദിസ്, NP is less than NN because they are majority and minority on either side of the material. So okay, so ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു കാരിയർ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹോൾസ് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എണ്ണം കൂടുതലാണ്, റൈറ്റ് സൈഡിലേക്ക് എണ്ണം കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ മോർ നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്, മോർ ഹോൾ കോൺസെൻട്രേഷൻ, ഇവിടെ ലെസ് ഹോൾ കോൺസെൻട്രേഷൻ. സോ നമ്മൾ പഠിച്ച ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അനുസരിച്ച് ഹയർ കോൺസെൻട്രേഷനുള്ള റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള റീജിയനിലേക്ക് നമ്മളുടെ ക്യാരിയേഴ്സ് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ തോട്ട് എക്സ്പെരിമെൻ്റ് അനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ഓൺ ആഫ്റ്റർ ജോയിനിങ് ദ ടു മെറ്റീരിയൽസ് വിത്ത് എ ഡിഫൈൻഡ് ബൗണ്ടറി, ദ ക്യാരിയേഴ്സ്
example, our holes will start to move from p material to n material. p material നിന്ന് n മെറ്റീരിയൽസിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യും. സോ ഹോൾ സ്റ്റാർട്ട്സ് ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. നമ്മൾ ഇത് എക്സ് ആക്സിസ് ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും അലോങ് ദ എക്സ് ഡയറക്ഷൻ. സോ ഹോൾസ് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ എൻ മെറ്റീരിയലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ, ഇലക്ട്രോൺസിൻ്റെ എണ്ണം പി മെറ്റീരിയലിൽ കുറവാണ്. സോ വാട്ട് വി ഹാവ് ഹിയർ ഈസ് വി ഹാവ് എൻ മെറ്റീരിയൽ എനോമസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹിയർ എ വെരി ലെസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ് എൻ മെറ്റീരിയൽ ടു പി മെറ്റീരിയലിലേക്ക് വരും. ഈ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ. സോ എൻ മെറ്റീരിയൽ ഇലക്ട്രോൺസിന് എണ്ണം കൂടുതലാണ്, പി മെറ്റീരിയൽ ഇലക്ട്രോൺസിന് എണ്ണം കുറവാണ്. സോ ഇലക്ട്രോൺസിൻ്റെ ഡിഫ്യൂഷനും സ്റ്റാർട്ട് ചെയ്യും എൻ മെറ്റീരിയലിൽ നിന്ന് പി മെറ്റീരിയലിലേക്ക്. സോ ദാറ്റ് ഇലക്ട്രോൺസ് വിൽ ട്രൈ ടു cross the junction from n material to p material. So ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ മൈനസ് എക്സ് ആക്സിസ് ഡയറക്ഷനിലേക്കായിരിക്കും. സോ ദർ വിൽ ബി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ത്രൂ ദ ജംഗ്ഷൻ വെൻ വി ജോയിൻ ദ ടു മെറ്റീരിയൽ. പി മെറ്റീരിയലും എൻ മെറ്റീരിയലും വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കാരിയേഴ്സിൻ്റെ മോഷൻ നമ്മൾക്ക് ജംഗ്ഷനിൽ കൂടി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. ദെൻ ഇലക്ട്രോൺസിൻ്റെ ആദ്യം നമ്മൾ ഇലക്ട്രോൺസിൻ്റെ അടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് വിത്തിൻ ദ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് പൊസിഷനിലായിരിക്കും. സോ നമ്മളിവിടെ ഇതാണ് നമ്മൾ ജംഗ്ഷൻ എങ്കിൽ ഇലക്ട്രോൺ സ്റ്റാർട്ട്സ് ടു മൂവ് ഫ്രം ദ ഫസ്റ്റ് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ബൗണ്ടറി, ആ ഇമ്മീഡിയറ്റ് നെയ്ബറിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് ആദ്യം മൂവ് ചെയ്യുക. അതുപോലെ ഹോൾസും ആദ്യം മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും മൂവ് ചെയ്യുക. സോ ഹോൾസ് വിൽ ട്രൈ ടു മൂവ് ദിസ് ഡയറക്ഷൻ, ഇലക്ട്രോൺസ് വിൽ ട്രൈ ടു മൂവ് ദിസ് ഡയറക്ഷൻസ്. ഇലക്ട്രോൺസ് നമ്മൾ എൻ മെറ്റീരിയൽ മാത്രമുള്ളപ്പോൾ നമ്മൾക്കറിയാവുന്ന കോൺസെപ്റ്റ് അനുസരിച്ച് എത്ര ഹോൾസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ഇലക്ട്രോൺസും സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇലക്ട്രിക്കലി എന്താണ്, ഒരു എൻ മെറ്റീരിയൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി മെറ്റീരിയൽ ന്യൂട്രലാണ്. എത്ര ഹോൾസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയ ഇലക്ട്രോൺസും നമ്മളുടെ എൻ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ എൻ മെറ്റീരിയലിൽ ഈ ബൗണ്ടറി ഫോം ചെയ്യുന്ന സമയത്ത് എൻ മെറ്റീരിയലിൽ നിന്ന് സേ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോൺ എൻ മെറ്റീരിയലിൽ നിന്ന് പി മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? സോ രണ്ട് എൻ മെറ്റീരിയലിൽ 1000 ഹോൾസും 1000 ഇലക്ട്രോൺസുമാണ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതെങ്കിൽ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ബൗണ്ടറി ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പി മെറ്റീരിയലിലേക്ക് പോയി. സോ പി മെറ്റീരിയലിലേക്ക് പോകുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കൊടുക്കാൻ കാരണമായ ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഡോണറാണ്. ഡോണറിൻ്റെ സിമ്പൽ ND ആണ്. ആ ഇലക്ട്രോൺ ഈ ഡോണർ ആറ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ആയിരുന്നു. ആ ഇലക്ട്രോണിന് നമ്മളുടെ ഡോണർ ലെവലിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോൺസ് ആണ് ആ ND എന്ന് പറയുന്ന ഇലക്ട്രോൺസ് കൊടുത്തത്. ആ ഇലക്ട്രോൺ ആണ് നമ്മളുടെ ബൗണ്ടറിയെ ക്രോസ് ചെയ്ത് പി മെറ്റീരിയലിലേക്ക് പോയത്. സോ ഈ ഡോണർ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെയാണ് എഫക്റ്റീവ്ലി ലൂസ് ആവുന്നത്. അതുകൊണ്ട് ആ ഡോണർ ആറ്റം എന്ന് പറയുന്നത് എന്തായിട്ട് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ചാർജ് വരും. സോ പി മെറ്റീരിയൽ എൻ മെറ്റീരിയലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പി മെറ്റീരിയലിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഏത് ഡോണർ ആറ്റത്തിനാണോ ഇലക്ട്രോൺ ലൂസായത് ആ ഡോണർ ആറ്റം ND+ അയോണായിട്ട് മാറും. Okay, so just near to the boundary, one of the donor atom become ND+. അതുപോലെ പി സൈഡിൽ നിന്ന് എൻ മെറ്റീരിയൽ ഹോൾസ് പി മെറ്റീരിയലിൽ നിന്ന് എൻ മെറ്റീരിയലിലേക്ക് മൂവ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ പി മെറ്റീരിയലിൽ നമ്മൾ ഇമ്പ്യൂരിറ്റി കൊടുത്തിരിക്കുന്നത് അക്സെപ്റ്റഡ് ഇമ്പ്യൂരിറ്റിയാണ്. ആ അക്സെപ്റ്റഡ് ഇമ്പ്യൂരിറ്റീസിനാണ് ആക്ച്വലി എന്ത് പറ്റിയത്, ഹോൾസിന് ലൂസായത്. സോ ആ ഹോൾസിന് ലൂസാവുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ആ ഹോൾസ് ലൂസാവുന്ന പോസിറ്റീവ് ചാർജ് ലൂസാവുന്നു. ദാറ്റ് മീൻസ് ആ അക്സെപ്റ്റഡ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് Na- അമയോണായിട്ട് മാറും. ഓക്കെ, സോ നമ്മളുടെ ജംഗ്ഷൻ നമ്മളുടെ മെറ്റീരിയൽ പി മെറ്റീരിയലും എൻ മെറ്റീരിയലും ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചു. ആ മോഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് മൊമെൻറ്റിൽ, അതായത് 0 ടൈം T=0 ലെഫ്റ്റും റൈറ്റും ഓരോ ക്യാരിയേഴ്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ 0+ എന്ന് പറയുന്ന മൊമെൻറ്റിൽ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, ഈ റൈറ്റ് സൈഡിൽ ND+ അയോൺ ഡെവലപ്പ് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ Na- അയോൺ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ഫർദർ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വിൽ ട്രൈ ടു മൂവ് try to cross the junction so that the buildup of these positive ions at the N material and the buildup of negative ions Na- ions at the P material also increase. അതായത് ലെഫ്റ്റ് സൈഡിൽ ആ ബൗണ്ടറിക്ക് തൊട്ടടുത്ത റീജിയനിൽ Na- അയോൺസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. സോ നമ്മളുടെ ബൗണ്ടറി എന്ന് പറയുന്ന ആ
റീജിയൻ മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ ബൗണ്ടറിയുടെ ലെഫ്റ്റിലും റൈറ്റിലേക്കും ഇവിടെ പോസിറ്റീവ് അയോൺസിൻ്റെ ക്യുമുലേഷൻ ഉണ്ടാകും, ഇവിടെ നെഗറ്റീവ് അയോൺസിൻ്റെ ക്യുമുലേഷൻ ഉണ്ടാകും. ഓക്കെ, സോ ഒരു റീജിയൻ ഫോം ചെയ്യും. ഒരു റീജിയൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് അയോൺ ആയിരിക്കും, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് അയോൺ ആയിരിക്കും. അതായത് എൻ മെറ്റീരിയലിൽ പോസിറ്റീവ് അയോൺ ഉണ്ടാകും, പി മെറ്റീരിയലിലെ നെഗറ്റീവ് അയോൺസും നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ നെഗറ്റീവ് അയോണും പോസിറ്റീവ് അയോണും ആ റീജിയൻ ആ വിത്തിൻ ദിസ് സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ പോസിറ്റീവ് അയോൺസിനും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഹോൾസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്, ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. നമ്മൾക്കറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റാണ് നമ്മളുടെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഡ്യൂ ടു ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലായിരിക്കും. ഡിഫ്യൂഷൻ ഡ്യൂ ടു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലായിരിക്കും. അതുപോലെ ഹോൾസ് പോസിറ്റീവ് ചാർജിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഹോളിൻ്റെ കറണ്ടും. സോ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലായിരിക്കും. സോ ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾ ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് ബോത്ത് ആർ ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ ടി ഈക്വൽ ടു 0+ അല്ലെങ്കിൽ 0+++ ഈ അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്യുന്ന ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലേക്ക് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ആ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ എന്താ ഉണ്ടാവുക, ആ മെറ്റീരിയലിൽ ഉടനെ ഡ്രിഫ്റ്റ് കറണ്ട് ഫോം ചെയ്യും. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും നമ്മൾക്ക് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകുക. അതായത് ഇലക്ട്രോൺസ് ഹോൾസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്തെങ്കിൽ അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹോൾസ് അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തെങ്കിൽ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹോൾസിന് പോകുന്നതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് കറണ്ട് കാരണം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. ആ വരുന്ന ഇലക്ട്രോണിനെ ഈ നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് വിടും. അത് സിമ്പിൾ സെൻസിൽ നമുക്ക് അങ്ങനെ പറയാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അടുത്താതെ ഈ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്ത് വീണ്ടും എൻ മെറ്റീരിയലിലേക്ക് റിട്ടേൺ അയക്കും. അതിനെയാണ് നമ്മളിവിടെ വിളിക്കുന്ന ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ സൂൺ ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് ഇലക്ട്രിക് potential at the nearby region of the junction, this drift current starts to cross the junction. So diffusion current right സൈഡിലേക്ക് ആയിരുന്നു എങ്കിൽ ഇലക്ട്രോൺ അങ്ങോട്ട് പോയതുകൊണ്ട് ഡിഫ്യൂഷൻ കറണ്ട് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഡിഫ്യൂഷൻ കറണ്ട് ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഡ്രിഫ്റ്റ് കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് കിട്ടുക. സോ ദിസ് ഡെവലപ്മെൻറ്റ് ഓഫ് these potentials and electric field continues until ഏതുവരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഡിഫ്യൂഷൻ കറണ്ട് എത്ര മില്ലി ആംപിയർ, ഫോർ എക്സാമ്പിൾ മില്ലിയില്ല ഒരു മൈക്രോ ആംപിയർ, സോ 10 മൈക്രോ ആംപിയർ ആണ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന കറണ്ട് എങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് വിത്തിൻ ദ ടൈം 0++3, അതായത് നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് അറിയാമല്ലോ, ജസ്റ്റ് ആഫ്റ്റർ ദാറ്റ് അതിന് കറസ്പോണ്ടിങ് ആയ ഒരു 10 മൈക്രോ ആംപിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് കറണ്ടും ഫോം ചെയ്യും. അതായത് 10 മൈക്രോ ആംപിയർ അങ്ങോട്ട് പോകുമ്പോൾ 10 മൈക്രോ ആംപിയർ ഡ്രിഫ്റ്റ് കറണ്ട് കാരണം ഇങ്ങോട്ടും പോകും. അതുകൊണ്ട് ത്രൂ ദ ജംഗ്ഷൻ, ഇത് ജംഗ്ഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈ രണ്ട് കറണ്ടും ഈക്വൽ ആകും. ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഈക്വൽ ആകുന്ന കണ്ടീഷനിന് നമ്മൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റും ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഡിഫ്യൂഷൻ കറണ്ട്. സോ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ മെറ്റീരിയലിലെ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ സൂൺ ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് പൊട്ടൻഷ്യൽ ഓർ ചാർജസ് വിത്തിൻ ദ നിയർ ബൈ റീജിയൻ ഓഫ് ദ ജംഗ്ഷൻ, ബോത്ത് കറൻസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് so that we can expect the net current through the junction is 0.
ഓക്കെ, സോ ആ ജംഗ്ഷൻ കറണ്ട് 0 ആണ് എന്ന ആ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് പി എൻ മെറ്റീരിയലിൻ്റെ ജംഗ്ഷൻ ഫോർമേഷൻ ഉണ്ടാകുന്ന കുറച്ച് ഡയഗ്രംസ് ഡിസ്കസ് ചെയ്യണം. സോ പി എൻ മെറ്റീരിയലിൻ്റെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു സൈഡിൽ പി മെറ്റീരിയൽ, ഒരു സൈഡിൽ എൻ മെറ്റീരിയൽ ജോയിൻ ചെയ്യുന്ന റീജിയനിലെ റൈറ്റ് സൈഡിൽ നമുക്ക് പോസിറ്റീവ് അക്യുമുലേഷൻ ഉണ്ടാകും, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നെഗറ്റീവ് അക്യുമുലേഷൻ ഉണ്ടാകും. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ദെൻ ഈ ചാർജ് അക്യുമുലേറ്റ് ചെയ്ത ഈ റീജിയനെ നിങ്ങൾ +2 പഠിച്ചതാണ്. ഈ റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബൈ ദ ടൈം ബീയിങ് നമുക്കതിനെ W എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആ ജംഗ്ഷനാണ് നമ്മളുടെ ഒറിജിൻ. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോസിറ്റീവിലേക്ക് എക്സ് ആക്സിസ്, ലെഫ്റ്റ് സൈഡ് ഈ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് -X ആക്സിസ്. ഈ വെഡ്ത്ത് W അല്ലെങ്കിൽ ഈ റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ ബിൽട്ട് ഇൻ ഒരു സ്പേസ് ചാർജ് റീജിയൻ. ഈ റീജിയൻ W വിളിക്കുന്ന പേരാണ് സ്പേസ് ചാർജ് region. So the space charge region will be depleted of immobile ions. ഈ ചാർജ് ഈ അയോൺസ് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യാൻ പറ്റാത്ത സ്ട്രോങ് ആയിട്ടുള്ള അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിൻ്റെയും ഡോണർ ഇമ്പ്യൂരിറ്റീസിൻ്റെയും അയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്മൊബൈൽ അയോൺസ് എന്ന് വിളിക്കുക. ഈ അയോൺസ് കൊണ്ട് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ റീജിയനെ ഡിപ്ലീഷൻ റീജിയൻ എന്നും വിളിക്കും. ഓക്കെ, സോ ഡിപ്ലീഷൻ റീജിയൻ്റെ ഒരു അല്ലെങ്കിൽ ആ റീജിയൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചാർജ് ഫില്ലായ, ഓപ്പോസിറ്റ് ചാർജസ് ഫില്ലായ ഒരു റീജിയൻസ് ആയിരിക്കും നമ്മളുടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ പൊട്ടൻഷ്യൽ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എൻ മെറ്റീരിയലാണ്, ഇത് പി മെറ്റീരിയലാണ്. എൻ സൈഡിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പി സൈഡിലെ പൊട്ടൻഷ്യലിനേക്കാളും വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെ നമുക്ക് വി എൻ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ഇവിടെ വി പി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ബിക്കോസ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് കമ്പയർഡ് ടു ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺ പൊട്ടൻഷ്യലിനേക്കാളും കുറവായിരിക്കും നമ്മളുടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ത്രൂ ഔട്ട് ദ ജംഗ്ഷൻ ഈ പൊട്ടൻഷ്യൽ ഇവിടെ ഈ റീജിയനിൽ എന്താണ് നമ്മൾക്ക് ഇൻട്രിൻസിക് തെർമലി അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസും എത്ര ഹോൾസും ഈക്വൽ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും നമ്മൾ എൻ മെറ്റീരിയൽ, ഇലക്ട്രോൺസും ഹോൾസും ഈക്വൽ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും നമ്മളെ പി മെറ്റീരിയൽ. അതുകൊണ്ട് ഈ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂട്രൽ റീജിയൻ ആയിരിക്കും. അതുപോലെ റീജിയൻ ബൗണ്ടറി ജംഗ്ഷൻ അല്ലാത്ത എൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചാർജ്. ഓക്കെ, നോ ചാർജ് ആണെങ്കിൽ അത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക. +2 +6 പഠിച്ചിട്ടുണ്ട്. സോ ഇത് വി എൻ എന്ന് പറയുന്ന ഈ എൻ മെറ്റീരിയലായിട്ട് വരുന്ന ഈ പോർഷൻ മൊത്തം ഇക്യു പൊട്ടൻഷ്യൽ ആയിരിക്കും വിത്ത് പൊട്ടൻഷ്യൽ വി എൻ. ഈ സൈഡ് എന്ന് പറയുന്നത് ഇക്യു പൊട്ടൻഷ്യൽ ആയിരിക്കും വിത്ത് പൊട്ടൻഷ്യൽ വി പി. ദെൻ ത്രൂ ഔട്ട് ദ ജംഗ്ഷൻ ഈ പൊട്ടൻഷ്യൽ ഇങ്ങനെ ഗ്രാജ്വലി വി എൻ ടു വി പിയിലേക്ക് ഇങ്ങനെ ട്രാൻസിഷൻ നടക്കും. ഓക്കെ, സോ ഈ പി എന്നും ഈ പൊട്ടൻഷ്യൽ റൈറ്റ് സൈഡിലെ വി എൻ പൊട്ടൻഷ്യലും ലെഫ്റ്റ് സൈഡിലെ വി പി പൊട്ടൻഷ്യലും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ V0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ V0 എന്ന് പറയുന്ന പൊട്ടൻഷ്യലിന് നമ്മൾ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്താണ്, ടൈം ബീയിങ് നമ്മളത് അങ്ങനെ വിടുന്നു. നമ്മൾ ആ ഡിസ്കഷൻ ആ സമയത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ആ പൊട്ടൻഷ്യലിന് ഒരു പേരുണ്ട്, കോണ്ടാക്റ്റ് പൊട്ടൻഷ്യലാണ് നമ്മൾ പഠിക്കുന്നത്. ഓഫ് കോഴ്സ് അത് നമ്മൾ പഠിക്കുന്ന പേര് തന്നെയാണ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. ഓക്കെ, വീണ്ടും അതിൻ്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. എനിവേ, സോ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയേഷൻ്റെ ഈ ഗ്രാഫ് നിങ്ങളിങ്ങനെ കാണാതെ പഠിച്ചിരിക്കണം. നൗ പി മെറ്റീരിയലും എൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വരച്ച ഡയഗ്രാം, പി മെറ്റീരിയലും എൻ മെറ്റീരിയലും തമ്മിൽ ജംഗ്ഷൻ ഫോം ചെയ്യാത്ത സമയത്ത് പി മെറ്റീരിയലിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്, എൻ മെറ്റീരിയലിന് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. സോ ഇത് നമ്മൾക്ക് EC ആണ്, ഇവിടെ നമുക്ക് EV ആണ്. പി മെറ്റീരിയൽ ആയതുകൊണ്ട് ഫെർമി ലെവൽ എന്ന് പറയുന്നത് ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ ഇതിനാണ് നമ്മളുടെ EF എന്ന് പറയുന്നത്. അതുപോലെ എൻ മെറ്റീരിയലിലും നമ്മൾക്ക് C ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഇവിടെ നമുക്ക് വാലൻസ് ബാൻഡ് ഉണ്ട്. എൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ടോപ്പ് ടു ഓർ ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഓക്കെ, നൗ പി മെറ്റീരിയലും എൻ മെറ്റീരിയലും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒരു സൈഡിലേക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണ്, ഒരു സൈഡിലേക്ക് ഹോൾസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. സോ രണ്ടിനെയും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ രണ്ട് മെറ്റീരിയലും തമ്മിൽ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ തമ്മിൽ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജീസ് തമ്മിലൊരു ഡിഫറൻസ് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ രീതിയിലൊരു ഡിഫറൻസ് നമുക്കവിടെ ഫോം ചെയ്യാൻ പറ്റും.
സോ ദാറ്റ് ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് കുറച്ച് ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. ആ ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഹോൾസായിട്ട് റീകമ്പൈൻ ചെയ്തിട്ടുണ്ടാകും. സോ എഫക്റ്റീവ്ലി ജംഗ്ഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പ് പി മെറ്റീരിയൽ എത്ര ഹോൾസ് ഉണ്ടോ അതിനേക്കാൾ കുറഞ്ഞ ഹോൾസ് ആയിരിക്കും നമ്മൾക്ക് പി മെറ്റീരിയൽ ഉണ്ടാവുക. സോ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ട് ഈ ഫെർമി ലെവൽ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഫെർമി ലെവൽ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് മനസ്സിലാകും കോൺസെപ്റ്റ്. അതുപോലെ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹോൾസ് എൻ മെറ്റീരിയലിലേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഡിഫ്യൂസ് ചെയ്ത ഹോൾസ് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് ആയിട്ട് എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്തിട്ടുണ്ടാകും. സോ റീകമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു. ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെർമി ലെവൽ എന്ത് ചെയ്യും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ആഫ്റ്റർ ജോയിനിങ് ദ ജംഗ്ഷൻ ബോത്ത് ഫെർമി ലെവൽസ് വിൽ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പി മെറ്റീരിയലിൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്കും എൻ മെറ്റീരിയലിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് ദേ വിൽ ട്രൈ ടു അലൈൻ ഇൻ ദ സെയിം ലെവൽ. സോ ഇ എഫ് പി ഇത് EFN. So this energy level or Fermi energy level at either side of the junction will align immediately after the equilibrium condition. നമ്മൾ പറഞ്ഞ ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും ഈക്വൽ ആയിട്ട് കറണ്ട് ഈക്വൽ ആകുന്ന ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുന്ന സമയത്ത് രണ്ട് മെറ്റീരിയലിലെയും ഫെർമി ലെവൽ ഈക്വൽ ആയിട്ട് മാറും. വിത്ത് ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ് അറ്റ് ദ പി സൈഡ്, ദിസ് ഈസ് valence band at the p side, this is valence band at the n side, and this is conduction band at the n side, so that they will be differ by some amount. ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പൊട്ടൻഷ്യലിനെ നമ്മൾ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. സോ ഈ ഡിഫറൻസ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി, ഈ ഡിഫറൻസ് ബാൻഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് Q ഇൻറ്റു V0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് വിൽ ഗിവ് യു ദ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺ നമ്മൾ EVയിലാണ് ഇലക്ട്രോൺ വോൾട്ടേജിൽ നമ്മൾ പറയാം, അതാണ് എനർജി എന്ന് പറയുന്നത്. സോ ജംഗ്ഷൻ ഫോം ചെയ്ത് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് കണ്ടക്ഷൻ ബാൻഡ് അറ്റ് പി സൈഡും കണ്ടക്ഷൻ ബാൻഡ് അറ്റ് എൻ സൈഡും തമ്മിൽ QV0യുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ വാലൻസ് ബാൻഡ് അറ്റ് പി സൈഡും വാലൻസ് ബാൻഡ് അറ്റ് എൻ സൈഡും നമ്മളുടെ സെയിം QV0യുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ ഡയഗ്രം എന്ന് പറയുന്നത്. അതുപോലെ കറണ്ടിൻ്റെയും പാർട്ടിക്കിൾസ് മൂവിൻ്റെയും ഡയഗ്രവും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ പാർട്ടിക്കിൾ ഫ്ലോ, ദെൻ ഇവിടെ കറണ്ട്. ഓക്കെ, സോ രണ്ടിൻ്റെയും ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹോൾസ് ഡിഫ്യൂസ് ചെയ്യുന്നത് എങ്ങോട്ടായിരുന്നു? ഹോൾ ഡിഫ്യൂസ് നമ്മൾ പറഞ്ഞു. ഹോൾസ് ഡിഫ്യൂസ് ചെയ്യുന്നത്, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് പി മെറ്റീരിയലിൽ നിന്ന് എൻ മെറ്റീരിയലിലേക്കാണ്. അതുകൊണ്ട് ഹോൾ കറണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും. സോ ഹോൾ ഡിഫ്യൂഷൻ കറണ്ട്, ഇത് കറണ്ടാണ്. Hole diffusion current is from p side to n side. Whole particle movement also from p side to n side. അതുപോലെ ഹോൾ ഡ്രിഫ്റ്റ്, ഹോൾസിൻ്റെ ഡ്രിഫ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ഈ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഹോൾസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. സോ ഹോൾസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് ദ ഓർ സെയിം ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ഹോളിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങോട്ടാണ്. സോ ഹോളിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഹോളിൻ്റെ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഹോൾസിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ഇലക്ട്രോൺ. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? എൻ മെറ്റീരിയലിൽ നിന്ന് പി മെറ്റീരിയലിലേക്കാണ്. സോ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഡിഫ്യൂഷൻ. സോ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എൻ മെറ്റീരിയലിൽ നിന്ന് പി മെറ്റീരിയലിലേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് JN ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലാണ്. അതുപോലെ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡാണ്. സോ ഈ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ ഈ ഡയറക്ഷനിലാണ്. സോ ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. സോ JN ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ ഓപ്പോസിറ്റാണ്. സോ JN ഡിഫ്യൂഷൻ JN ഡ്രിഫ്റ്റ് ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളുടെ ഡ്രിഫ്റ്റ് കറണ്ടും ഫ്ലോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഡയഗ്രാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഡയഗ്രമായിട്ട് PN ജംഗ്ഷനിൽ പഠിക്കാനുള്ളത്. കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, സോ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജംഗ്ഷൻ്റെ
എൻ സൈഡിൽ നമുക്ക് പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യും, പീസ് മെറ്റീരിയൽ നമുക്ക് എൻ അയോൺസ് ഫോം ചെയ്യും. സോ ഈ പോസിറ്റീവ് അയോൺസും എൻ അയോൺസും നെഗറ്റീവ് അയോൺസും തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V0 = Vn - Vp ആയിരിക്കും. ഡയറക്റ്റിലേക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V0 എന്ന് പറയുന്നത് Vn - Vp ആണ്. സോ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ V0 = Vn - Vp. അതുപോലെ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ടോട്ടൽ കറണ്ട് ക്രോസിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഹോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾസ് ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ ഹോൾസ് ഇങ്ങോട്ടേക്കും ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈക്വിലിബ്രിയം കണ്ടീഷനിലാവുന്നത്. സോ അറ്റ് ഈക്വിലിബ്രിയം നമുക്ക് എഴുതാൻ പറ്റും, അറ്റ് ഈക്വിലിബ്രിയം എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക, ജെ പി ഡിഫ്യൂഷൻ, ഹോൾസിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് പ്ലസ് JP ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡെറിവേഷൻ പാർട്ടിലേക്ക് യൂസ് ചെയ്യുന്നത്. സോ ഈ കോൺസെപ്റ്റ് പല പ്രാവശ്യം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഇനിയോട് പറയുന്നില്ല. സോ ഡിഫ്യൂഷൻ കറണ്ട് ഹോളിൻ്റെ കേസാണ് നമ്മളെടുത്ത് അനലൈസ് ചെയ്യുന്നത്. സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഇലക്ട്രോണിൻ്റെ കേസ് എടുത്ത് അനലൈസ് ചെയ്താലും പറയാൻ പറ്റും. സോ ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾസ് പ്ലസ് ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഹോൾസ് ത്രൂ ദ ജംഗ്ഷൻ വിൽ ബി 0 അറ്റ് ഈക്വിലിബ്രിയം. അറ്റ് ഈക്വിലിബ്രിയം ഈ 0 വരുന്നത് ഈക്വിലിബ്രിയമാണ്. ഈക്വിലിബ്രിയം കണ്ടീഷനിൽ മാത്രമേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ JP ഡിഫ്യൂഷൻ പ്ലസ് JP ഡ്രിഫ്റ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെയും ഡിഫ്യൂഷൻ കറണ്ടിൻ്റെയും ഫോർമുല നമ്മളിവിടെ എടുത്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിവിടെ പറഞ്ഞു ജംഗ്ഷനിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ V0 ആണ്. ആ V0 കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോസിറ്റീവ് ടു നെഗറ്റീവ് സൈഡിലേക്ക് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകുന്നുണ്ട്. സോ ഈ പൊട്ടൻഷ്യൽ തന്നെ പല ഈ റീജിയനിൽ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. കണ്ടോ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. സോ സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അബ്രപ്റ്റ് ചേഞ്ച് അല്ല, ഗ്രാജ്വലിയാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ആ ചേഞ്ചിനെ നമ്മൾ ഈ റീജിയൻ W എന്ന് പറയുന്ന റീജിയൻ മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീജിയനിലെ ഓരോ പോയിന്റിലുമുള്ള പൊട്ടൻഷ്യൽ നമ്മൾ V(x) എന്നും ഓരോ പോയിന്റിലുമുള്ള ഫീൽഡിനെ നമ്മൾ E(x) എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ വോൾട്ടേജും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ E = -d/dx ഓഫ് V(x) എന്ന് പറയുന്ന റിലേഷൻ. ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് പഠിക്കുന്നതാണ്, +2 ഫിസിക്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിലെ ഐൻസ്റ്റീൻ റിലേഷനൊക്കെ ഡെറൈവ് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്തതാണ്. E(x) = -d/dx ഓഫ് V(x) എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, ദെൻ ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കറണ്ടിൻ്റെ ഇക്വേഷൻസ്, കറണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്ന Q(μp) P(x) × E(x) ആണ്. അതുപോലെ ഡിഫ്യൂഷൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് -QdP d/dx ഓഫ് P(x) ആണ്. ഈ 3 ഫോർമുലാസ് ആയിരിക്കും നമ്മൾ ഇനിയുള്ള ഡെറിവേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഹോളിൻ്റെ സ്റ്റാറ്റിക് ഈക്വിലിബ്രിയം കണ്ടീഷനിലെ കേസ് എടുത്തു. JP ഡിഫ്യൂഷൻ പ്ലസ് JP ഡ്രിഫ്റ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തു. സോ ആദ്യം ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ എഴുതി. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ Q × μp × P(x) into hole concentration into electric field E(x), then minus diffusion current and equation എന്ന് പറയുന്നത് Q × dP × d/dx of P(x) equal to 0. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q(μp) Q × μ × n × E(x) or Q × μ × P × E(x). അതുപോലെ ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഹോൾസിൻ്റെ ഇക്വേഷൻ Q × dP × d/dx ഓഫ് P(x). ഇതിൽ Q എന്ന് പറയുന്ന ചാർജാണ്, μp എന്ന് പറയുന്നത് മൊബിലിറ്റിയാണ്, P(x) എന്ന് പറയുന്നത് ഹോൾ കോൺസെൻട്രേഷനാണ്, E(x) എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, dP എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ്, dP എന്ന് പറയുന്ന ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഹോൾ. അതുപോലെ d/dx ഓഫ് P(x) എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലാണ് അതവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ മൈനസ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈക്വേഷൻ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. Q × μp × P(x) × E(x) ഈസ് ഈക്വൽ ടു Q × dP × d/dx ഓഫ് P(x) എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് ഈക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ദെൻ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് Q ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഈ dP ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ μp / dP ×
E of x is equal to ഈ പി ഓഫ് എക്സിനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ 1/p of x into d by dx of p of x. ഇനി പ്യുവർലി മാത്സ് ആണ് വരുന്നത്. ഓക്കെ, സോ mu p by dp into e of x is equal to 1/p of x into d by dx of p of x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ആദ്യം പറഞ്ഞ ഇക്വേഷൻ അതാണ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ് നമ്മൾ ഉപയോഗിക്കണം. ദെൻ വീണ്ടും നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഐൻസ്റ്റീൻ റിലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ റിലേഷൻ പഠിച്ചത് എങ്ങനെയാണ്? കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ഡി പി ബൈ മ്യൂ പി. ഐൻസ്റ്റീൻ റിലേഷൻ പഠിച്ചത് ഓർമ്മ വേണം. സോ ഇവിടെ നമുക്ക് മ്യൂ പി ബൈ ഡി പി ആണ്, റെസിപ്രോക്കലാണ്. സോ ഈ മ്യൂ പി ബൈ ഡി പിയെ നമുക്ക് എന്ത് എഴുതാം? ക്യൂ ബൈ കെ ടി എന്ന് എഴുതാം. ഓക്കെ, ഡി പി ബൈ മ്യൂ പി. മ്യൂ പി ബൈ ഡി പി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐൻസ്റ്റീൻ റിലേഷനിൽ നമുക്കത് ഡി പി ബൈ മ്യൂ പി ആണ്. സോ ദാറ്റ് ബിക്കംസ് ക്യൂ ബൈ കെ ടി. ഓക്കെ, സോ നമുക്ക് ക്യൂ ബൈ കെ ടി ഡി പി ബൈ മ്യൂ പി എന്നുള്ളിടത്ത് നമുക്ക് ക്യൂ ബൈ കെ ടി എന്ന് എഴുതാം. ഇൻറ്റു ഇ ഓഫ് എക്സ് എന്നുള്ളിടത്ത് എന്ത് എഴുതാം? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ്. സോ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ 1/p of x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ആ മൈനസ് നമ്മൾ പുറത്തെടുത്തു. മൈനസിന് നമ്മൾ ആദ്യം എഴുതി മൈനസ് q by kt into d by dx of v of x is equal to 1/p of x into d by dx of p of x. സോ ഈ അനാലിസിസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഡബ്ല്യു എന്ന് പറയുന്ന ഡിപ്ലീഷൻ റീജിയനിലാണ്. സോ ഡിപ്ലീഷൻ റീജിയനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് നമുക്ക് പി മെറ്റീരിയലാണ്, ന്യൂട്രലാണ്, എല്ലാ സൈഡിലും നമുക്ക് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലാണ്. അതുപോലെ എൻ മെറ്റീരിയലിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ റീജിയൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ബൗണ്ടറി തുടങ്ങുന്നത്. ജംഗ്ഷൻ്റെ ബൗണ്ടറി തുടങ്ങുന്നത് ഇവിടെയാണ്, ഇവിടെ ജംഗ്ഷൻ്റെ ബൗണ്ടറി തുടങ്ങുന്നത് ഇവിടെയാണ്. സോ ഇവിടെ ലൈക്കി പൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ വി എൻ ആണ്. ഓക്കെ, സോ ബൗണ്ടറി ഇക്കി പൊട്ടൻഷ്യൽ ഇവിടെ എല്ലാം കോൺസെൻട്രേഷൻ സെയിം ആയതുകൊണ്ട് ഇവിടെയുള്ള ക്യാരിയേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയുക, ഹോൾ എടുത്താണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയുള്ള ഹോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എൻ മെറ്റീരിയലിലെ ഹോൾ കോൺസെൻട്രേഷൻ നമ്മൾ പി എൻ എന്നാണ് എഴുതുക. ഇവിടെയുള്ള ഹോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹോൾസ് അറ്റ് ദ പി സൈഡ്. സോ ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ആഫ്റ്റർ ദ ബൗണ്ടറി തുടങ്ങുന്നിടത്തുള്ള ഹോൾ ഇവിടെ എല്ലാം കോൺസെൻട്രേഷൻ സെയിം ആണ്. സോ ഈ റീജിയൻ നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്ന റീജിയൻ മാത്രം എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പി ആണ്. എൻ സൈഡിലെ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പി എൻ ആണ്. ഓക്കെ, സോ പി എൻ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി P0 ആണ്. ഇവിടെ പി എന്ന് പറയുന്നത് മെജോറിറ്റി കോൺസെൻട്രേഷൻ ആണ്. അതുപോലെ ഈ എൻ സൈഡിലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പി സൈഡിലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി പി ആണ്. എൻ സൈഡിലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എൻ ആണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിലേഷൻ കണക്റ്റിംഗ് വൺ സൈഡ് വോൾട്ടേജും റൈറ്റ് സൈഡിൽ കോൺസെൻട്രേഷനുമാണ്. ഓക്കെ, സോ ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ആ ഇൻ്റഗ്രേഷൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാണ്. മൈനസ് ക്യൂ ബൈ കെ ടി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/p of x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ആണ്. സോ ബൗണ്ടറിയിലെ നമ്മൾ കോൺസെൻട്രേഷൻ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പി ഓഫ് എക്സ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പിയിലാണ്. ഇവിടെ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പി എന്നിലാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വി പിയിലാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വി എന്നിലാണ്. സോ രണ്ട് സൈഡും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സും ഡി എക്സും നമ്മൾ പോയി എന്ന് വിചാരിക്കുക. സോ മൈനസ് ക്യൂ ബൈ കെ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി വി ഈസ് ഈക്വൽ ടു 1/p ഇൻറ്റു എക്സ് നമ്മൾ വിടുന്നു. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷൻ റീജിയനാണ്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ബൗണ്ടറി ടു ബൗണ്ടറിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 1/p ഇൻറ്റു ഇൻ്റഗ്രൽ 1/p ഇൻറ്റു ഡി എക്സ് പോയി ഇവിടെ നമുക്ക് ഡി പി എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. വിത്ത് വോൾട്ടേജ് ഈസ് ചേഞ്ചിങ് ഫ്രം വോൾട്ടേജ് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വി പി മുതൽ വി എൻ വരെ. സോ here lower limit is Vp, upper limit is Vn. Then concentration is changing from left side like concentration is changing from Pp. P suffix P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whole concentration at P side, then whole concentration at N side. മനസ്സിലാവുന്നുണ്ടോ? ഈ ലിമിറ്റ് എങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ്സ് വോൾട്ടേജിലും റൈറ്റ് സൈഡിലെ ലിമിറ്റ് നമുക്ക് കോൺസെൻട്രേഷനിലാണ് കിട്ടുക. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ക്യൂ ബൈ കെ ടി ഇൻറ്റു
ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് വി ആണ് വിത്ത് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഈക്വൽ ടു 1/p ഡി പിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ പി ആണ് വിത്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് പി പി ആൻഡ് അപ്പർ ലിമിറ്റ് പി എൻ. സോ ഇതിന് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ -q/kT ഇൻറ്റു വി എൻ മൈനസ് വി പി ഈസ് ഈക്വൽ ടു എൽ എൻ അപ്പർ ലിമിറ്റ് പി എൻ മൈനസ് എൽ എൻ പി പി എന്ന് എഴുതാം. ഓക്കെ, സോ വി എൻ മൈനസ് വി പി എന്ന് പറയുന്ന ബൈ കോൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. വി എൻ മൈനസ് വി പി എന്ന് പറയുന്നത് നമ്മളെ പൊട്ടൻഷ്യൽ വി സീറോ എന്ന് പറയുന്നത്. സോ വി സീറോ ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു മൈനസ്. സോ മൈനസ് ഇവിടെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഡിഫറൻസിൻ്റെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യും. സോ എൽ എൻ പി പി മൈനസ് എൽ എൻ പി എൻ എന്ന് എഴുതി. ദാറ്റ് ഈസ് വി സീറോ ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ എൽ എൻ ലോഗ് എ മൈനസ് ലോഗ് ബി എ നമുക്ക് പി പി ഡിവൈഡഡ് ബൈ പി എൻ എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് കിട്ടിയ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി സീറോ ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ എൽ എൻ പി പി ഡിവൈഡഡ് ബൈ പി എൻ സോ അറിഞ്ഞിരിക്കണം പി പി എന്ന് പറയുന്നത് എന്താണ്? ഹോൾസ് അറ്റ് പി സൈഡ്. പി എൻ എന്ന് പറയുന്നത് ഹോൾസ് അറ്റ് എൻ സൈഡ്. ഓക്കെ, സോ ഇതൊരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കെ ടി ബൈ ക്യൂ എൽ എൻ പി പി ബൈ പി സീറോ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം പി പി ഹോൾ കോൺസെൻട്രേഷൻ അറ്റ് പി സൈഡിലെ ഹോൾസ് എന്ന് പറയുന്ന മെജോറിറ്റി കാരിയറാണ്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എത്ര അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ഉണ്ടോ അത്രയും ഹോൾ കോൺസെൻട്രേഷൻ നമുക്ക് പി സൈഡിലുണ്ടായിരിക്കും. അതേസമയം എൻ സൈഡിലെ ഹോൾസ് എന്ന് പറയുന്നത് ഹോൾ എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. സോ എൻ സൈഡിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്കറിയാം ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ എൻ സൈഡിൽ മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻ സൈഡിലെ ഇലക്ട്രോൺസ് ഇൻറ്റു എൻ സൈഡിലെ ഹോൾസ് എന്ന് പറയുന്നത് എൻ ഐ സ്ക്വയർ ആണ്. ഈ കൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് ഹോൾസ് ഈസ് എൻ ഐ സ്ക്വയർ. സോ നമുക്കിവിടെ പി എൻ ആ വേണ്ടത്. സോ പി എൻ ഈസ് ഈക്വൽ ടു ഇത് എൻ മെറ്റീരിയലിൽ മാത്രം ആപ്ലിക്കബിളായിട്ട് ആയിട്ടുള്ളതാണ്. എൻ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം? എൻ എൻ എന്ന് എഴുതാൻ പറ്റും. സോ എൻ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ സൈഡാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ സൈഡ് എന്ന് പറയുന്നത് മെജോറിറ്റി കാരിയറാണ്. എൻ സൈഡിലെ മെജോറിറ്റി കാരിയറിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? ആസ് മെനി ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആർ ദെയർ. സോ എൻ എൻ എന്ന് പറയുന്നത് നമുക്ക് എൻ ഡി ആണ്. നമുക്ക് എൻ ഡി എന്ന് എഴുതാം. സോ പി എൻ ഈസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ ബൈ എൻ ഡി എന്ന് വരും. അതുപോലെ പി പി ഈസ് ഈക്വൽ ടു എൻ എ വരും. ഈ രണ്ട് ഫിഗേഴ്സ് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി സീറോ ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു എൽ എൻ പി പി എന്നുള്ളടത്ത് എൻ എ ഡിവൈഡഡ് ബൈ എൻ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഡി എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു എൽ എൻ തിരിച്ച് മേളിലേക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എൻ ഡി ഇൻറ്റു എൻ എ ഡിവൈഡഡ് ബൈ എൻ ഐ സ്ക്വയർ. എൻ ഡി എന്ന് പറയുന്നത് ഡോണർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ, എൻ എ എന്ന് പറയുന്നത് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ, എൻ ഐ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സ്റ്റേറ്റ്സ് or intrinsic carrier concentration for silicon it is 1.5 × 10⁻⁵. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്. സോ കോണ്ടാക്ട് പൊട്ടൻഷ്യലിന് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇൻ ടേംസ് ഓഫ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ അനദർ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഉണ്ട്. പ്രോബ്ലം ഏത് ടേംസിലാണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് പ്രോപ്പറായിട്ട് ഇക്വേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് അനലൈസ് ചെയ്തത് ഇതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ഇക്വിലിബ്രിയം കറണ്ട് എടുത്ത് സീറോയുടെ ഇക്വേറ്റ് എടുത്ത് നമ്മൾ കോൺസെൻട്രേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതേ ഇക്വേഷൻ തന്നെ കിട്ടും. പി പി എന്നുള്ളിടത്ത് എൻ എൻ ആൻഡ് എൻ പി എന്ന് കിട്ടും. സോ നമ്മൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ എൽ എൻ പി പി ഡിവൈഡഡ് ബൈ പി എൻ ഓൾസോ ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ ക്യൂ എൽ എൻ പി പി ആൻഡ് പി എന്ന് പകരം ഇലക്ട്രോൺ ആകുമ്പോൾ എൻ ഇലക്ട്രോൺസ് അറ്റ് ദ എൻ സൈഡ് ഡിവൈഡഡ് ബൈ മെജോറിറ്റി ഡിവൈഡഡ് ബൈ മൈനോറിറ്റി, അതാണ് ഓർഡർ. മെജോറിറ്റി ഡിവൈഡ് ബൈ മൈനോറിറ്റി. സോ മെജോറിറ്റി ഇൻ എൻ സൈഡ് ഡിവൈഡഡ് ബൈ മൈനോറിറ്റി ഇൻ പി സൈഡ്, എൻ പി ബൈ എൻ എൻ. സോ ഈ രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ ടി ക്യാൻസൽ ആയി പോകും. എൽ എൻ പി പി ഈക്വൽ ടു എൽ എൻ 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 ബൈ. സോ അതിന് കിട്ടുന്നത് ഇക്വേഷൻ എന്താ? പി പി ഡിവൈഡഡ് ബൈ പി എൻ ഈസ് ഈക്വൽ ടു എൻ എൻ ഡിവൈഡഡ് ബൈ എൻ പി.
or PP into NP is equal to NN into Pn. Number of holes in P side into number of electrons in P side is equal to number of electrons in N side into number of holes in N side. That is equal to നമുക്കറിയാം Ni square. ഫണ്ടമെൻ്റൽ ഇക്വേഷൻ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ ഇക്വേഷൻ നമുക്കിവിടെ ഈ റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ഡെറിവേഷൻസ് എല്ലാം കറക്റ്റാണ് എന്നാണ്. സോ നമ്മൾക്ക് കിട്ടിയ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ടേംസിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? V0 ഈസ് ഈക്വൽ ടു KT ഡിവൈഡഡ് ബൈ Q ln PP ഡിവൈഡഡ് ബൈ PN എന്ന് കിട്ടും. നമുക്ക് തിരിച്ച് ln PP ഡിവൈഡഡ് ബൈ PN ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ KT. Q അങ്ങോട്ട് പോയി കേട്ടുന്നുണ്ട് V0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ln PP ബൈ PN ഈസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ln PP ഡിവൈഡഡ് ബൈ PN ഈസ് ഈക്വൽ ടു Q V0 ഡിവൈഡഡ് ബൈ KT. ഓക്കെ, സോ നാച്ചുറൽ ബോത്ത് സൈഡിൽ ആൻറ്റി ലോഗഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താ? PP ഡിവൈഡഡ് ബൈ PN ഈസ് ഈക്വൽ ടു E റേസ് ടു Q V0 ഡിവൈഡഡ് ബൈ KT എന്ന് എഴുതാം. സോ PP ബൈ PN ഈസ് ഓൾസോ ഈക്വൽ ടു NN ഡിവൈഡഡ് ബൈ NP. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സൈഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ P സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു PP ബൈ PN ഈസ് ഈക്വൽ ടു E റേസ് ടു Q V0 ബൈ KT. Q ബൈ KT അല്ലെങ്കിൽ Q V0 ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇക്വലൻ്റ് ഓഫ് ടെമ്പറേച്ചർ വിച്ച് ഈസ് ഈക്വൽ ടു E into V0 divided by VT, where VT is equal to KT divided by Q, known as voltage equivalent of ടെമ്പറേച്ചർ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞതാണ്. KT ബൈ ക്യൂവിന് വേറൊരു പേരുണ്ട്, വോൾട്ടേജ് ഇക്വലൻ്റ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഈ ഫിഗർ എന്ന് പറയുന്നത് 26 മില്ലി വോൾട്ട് ആണ്. ഏത്? KT ബൈ ക്യൂ എന്ന് പറയുന്നത് 26 മില്ലി വോൾട്ട് ആണ്. സോ ഈ ഫിഗർ, ഈ KT ബൈ ക്യൂ എന്ന് പറയുന്ന ഫിഗർ നമ്മൾ ഡയോഡ് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യും. ആ സമയത്ത് അത് വീണ്ടും നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ഇൻ PN junction. Okay, so this is all about today's class. Just wait.